നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ നവ്യയാണെങ്കിൽ ഒരുപാട് ആദർശിനെയും നയനെയും കുറ്റപ്പെടുത്തിയൊക്കെ ചെയ്തിട്ട് അതെല്ലാം കേട്ട് സഹിയിട്ടിട്ട് നമ്മളെ നയനയാണെങ്കിൽ നേരെ ഗോവിന്ദൻ്റെ അടുത്തും കനകയുടെ അടുത്തും വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യനെയാണ് ഇങ്ങനെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തുന്നത്. ഇപ്പം പുറത്തോട്ട് ഇറങ്ങിയാൽ തന്നെ ടി വിക്കാരും ചാനലുകാരും വന്ന് പൊതിയുവാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഭയങ്കര വിഷമത്തോടെ നമ്മൾ നവ്യ പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് നമ്മളെ നന്ദ പറയുന്നുണ്ട്, കുടുംബത്തിന് വേണ്ടി കുടുംബം തല്ലിപ്പിരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടി എന്നും സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ആദർശേട്ടൻ. ആ ആദർശേട്ടൻ്റെ മനസ്സ് നമ്മൾ നന്മയും കാണാതെ നമ്മൾ പോകരുതെന്നൊക്കെ ഇങ്ങനെ എല്ലായിടത്തും കൂടെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, എന്തായാലും അനാമിക അവിടെ നിന്ന് പോയത് എന്തായാലും നിങ്ങൾക്ക് ആ കുടുംബത്തിന് എല്ലാവർക്കും നല്ലതായിപ്പോയി. അല്ലെങ്കിൽ അവൾ ആ കുടുംബത്തിൽ നിന്നിരുന്നെങ്കിൽ ആ കുടുംബം തന്നെ അവൾ മുടിച്ചേനെ. എന്തായാലും അവൾ പോയത് നല്ലതായെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നയനയുടെ സങ്കടം കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ നമ്മൾ കനകയാണെങ്കിൽ നേരെ അനന്തപുരിയിൽ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ നവ്യയെടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിരിക്കും വരുന്നത്. അങ്ങനെ കനക ആണെങ്കിലും നമ്മൾ നവ്യയെടുത്ത് ചോദിക്കുന്നുണ്ട്, മോളെ ഇപ്പോൾ ആദർശ ആണ് ചെയ്ത തെറ്റ്, അഭിമോനാണ് ചെയ്തതെങ്കിൽ മോളെ എങ്ങനെ പെരുമാറുമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ നവ്യയ്ക്കാണെങ്കിൽ ആ ദേഷ്യം എല്ലാം വരുന്നുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ഒരു ക്ലൂ ഒക്കെ കൊടുത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഒരു 1-2 ആഴ്ചയൊക്കെ എടുക്കുമെന്ന് തോന്നുന്നു ഇതിൻ്റെ മെയിൻ ഇനി നവ്യയൊക്കെ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ അറിയാൻ വേണ്ടിയൊക്കെ. അങ്ങനെ ഇതൊക്കെ കണ്ട് നമ്മൾ നവ്യയാണെങ്കിൽ ഒരു ടെൻഷനായിട്ടൊക്കെ നിൽക്കുന്നതൊക്കെ കാണിച്ചിട്ടാണ് പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.